ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് പേജ് നമ്പർ 111 പെർഫെക്റ്റ് നമ്പർ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. എ നമ്പർ ഫോർ വിച്ച് ദ സം ഓഫ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദി നമ്പർ ഈസ് കോൾഡ് എ പെർഫെക്റ്റ് നമ്പർ. അതായത് പെർഫെക്റ്റ് നമ്പർ എന്ന് വെച്ചാൽ വാട്ട് ഈസ് പെർഫെക്റ്റ് നമ്പർ? പെർഫെക്റ്റ് നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പറിൻ്റെ again കൊടുത്തിട്ടുണ്ട്, the number 28 is a perfect number. Its factors are 1, 2, 4, 7, 14 and 28. 28 ഒരു പെർഫെക്റ്റ് നമ്പർ ആണെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാക്ടേഴ്സ് 1, 2, 4, 7, 14 and same number 28. അതായത് 28 ഏതെല്ലാം നമ്പേഴ്സ് തമ്മിൽ ഏതെല്ലാം രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 28 കിട്ടുന്നത്. അതായത് 7 × 4 28, 2 × 14 28, 1 × 28 28. അപ്പോൾ 28ൻ്റെ ഫാക്ടേഴ്സാണ് 1, 2, 4, 7, 14, 28. ഇനി ഈ ഫാക്ടേഴ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇതിൻ്റെ സമ്മ് മീൻസ് ആകെ തുക, ഇതിൻ്റെ സമ്മ് ട്വൈസ് ആയിരിക്കണം. ഏതിൻ്റെ ട്വൈസ് ആയിരിക്കണം? തന്നിരിക്കുന്ന നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കണം. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 1 × 1 + 2 3, 3 + 4 7, 7 + 4 7 + 7 14, 14 + 14 28, 28 + 28 56 ആയിരിക്കണം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ 28ൻ്റെ ട്വൈസ് ആണ്. ട്വൈസ് മീൻസ് ഇൻറ്റു 2 കൊണ്ട് ഇതിൻ്റെ രണ്ടിരട്ടി, ഇതിൻ്റെ ഇരട്ടി അതാണെങ്കിൽ ആ നമ്പർ ഇതാണ്. നമ്മൾക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഇതിൻ്റെ ഇരട്ടിയാണെങ്കിൽ ദാറ്റ് നമ്പർ വിൽ ബി പെർഫെക്റ്റ് നമ്പർ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 28 പെർഫെക്റ്റ് നമ്പർ ആണെന്ന് പറയുന്നത്. എങ്ങനെയാണ് പെർഫെക്റ്റ് നമ്പർ ആയത്? 1 അതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് 28 ഈസ് 1, 2, 4, 7, 14, 28. അതിൻ്റെ സമ്മുകൾ തമ്മിൽ, അതിൻ്റെ ഫാക്ടേഴ്സുകൾ തമ്മിൽ കൂട്ടി കിട്ടുന്ന സമ്മ് 56 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ അത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 to 10 വരെ, ഇൻ ബിറ്റ്വീൻ 1 to 10 ഫൈൻഡ് ഇൻ ബിറ്റ്വീൻ 1 to 10 ഏത് നമ്പറാണ് പെർഫെക്റ്റ് നമ്പർ? പെർഫെക്റ്റ് നമ്പർ എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഏതാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് കണ്ടുപിടിക്കുക. 1ൻ്റെ ഫാക്ടേഴ്സ് 1 അല്ല, അപ്പോൾ പെർഫെക്റ്റ് നമ്പർ അല്ല. 2 പെർഫെക്റ്റ് നമ്പർ അല്ല. 3ൻ്റെ ഫാക്ടേഴ്സ് 3 പെർഫെക്റ്റ് നമ്പർ അല്ല. 4 പെർഫെക്റ്റ് നമ്പർ. 4 മീൻസ് 4ൻ്റെ ഫാക്ടേഴ്സ് 2 × 2, 2 × 2 4, 1, 2, 4. അപ്പോൾ 1 പ്ലസ് ഇതിൻ്റെ സമ്മ് 1, 2 + 4, 1 + 2 3, 3 + 4 7 അല്ലേ? 7. 4ൻ്റെ ഇരട്ടിയാണോ 7? അല്ലല്ലോ. 4 തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കണം, അപ്പോഴേ 4 പെർഫെക്റ്റ് നമ്പർ ആവുള്ളൂ. അപ്പോൾ അതല്ല. 5 എന്തായാലും അല്ല. 5. 6 നോക്കിയേ. 6 അതായത് 1നും 10നും ഇടയ്ക്ക് ഏതാണ് പെർഫെക്റ്റ് നമ്പർ? ഏത് നമ്പറാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് ചോദിക്കുന്നത്. 6 എടുക്കുമ്പോൾ നോക്കിയേ, 6ൻ്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6. നമ്മൾ പെർഫെക്റ്റ് നമ്പർ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഇരട്ടി ആയിരിക്കണം. ഇതിൻ്റെ ഫാക്ടേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 1 + 2 + 6, 2 + 3 + 6, 1 + 2 3, 3 + 3 6, 6 + 6 12. കണ്ടില്ലേ? ഇതിൻ്റെ ഇരട്ടിയാണ്. ഇതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് 12. അപ്പോൾ 1നും 10നും ഇടയ്ക്ക് നമുക്ക് 6 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. 7 അല്ല. 1, 7 മാത്രമേ ഇതിൻ്റെ ഫാക്ടേഴ്സ് ഉള്ളൂ. 8 കിട്ടും. ഇതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ കൂട്ടുമ്പോൾ സമ്മ് 8 ആണ്. 8 മീൻസ് 7ൻ്റെ ഇരട്ടിയാണെങ്കിൽ 14 വേണ്ടേ? അപ്പം അല്ല, അതല്ല. 8 അതും അല്ല. 1, 2,
4, 8. 1 plus 2, 3. 3 plus 4, 7. 7 plus 8, 15 ആവുള്ളൂ അല്ലേ? 15 ആവുള്ളൂ. നമുക്ക് വേണ്ടത് ഇതിന് 8ൻ്റെ ഇരട്ടി 16 ആണ് വേണ്ടത്. അപ്പോൾ ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് നമ്പർ. ദിസ് വൺ ഈസ് എ പെർഫെക്റ്റ് നമ്പർ. 6 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. 9 അല്ല. 1, 2, 1, 3, 9. ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. 1 plus 3, 4. 4 plus 9 എത്രയാ? 13. 13 അല്ലല്ലോ. 13 ഇതിൻ്റെ ഇരട്ടിയല്ലല്ലോ. 18 വരണ്ട ഇവിടെ. അപ്പോൾ അത് പെർഫെക്റ്റ് നമ്പർ അല്ല. 10 എടുക്കുകയാണെങ്കിൽ 1 to ഇൻ ബിറ്റ്വീൻ അല്ലേ? അപ്പോൾ 9 വരെ മതി. മനസ്സിലായോ? അപ്പോൾ 6 ആണ് എന്താണ് 1 to 10 വരെയുള്ള നമ്പേഴ്സിൽ 6 എന്ന നമ്പറാണ് പെർഫെക്റ്റ് നമ്പർ. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.